ഓക്കെ അല്ലേ? ഓക്കെ റോളിംഗ്. ഇന്ന് കൊച്ചിൻ ക്രൈം സ്റ്റോറീസിൽ 2 ചെറുപ്പക്കാരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി തന്റെ ബിരുദ പഠനത്തിന് ശേഷം കൊച്ചിയിലേക്ക് വണ്ടി കയറുകയാണ്. ജീവിതത്തിൽ അവൾ കണ്ട ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. എന്നാൽ ഈ നഗരത്തിൽ വന്നിറങ്ങിയ ആ നിമിഷം മുതൽ ആ പെൺകുട്ടിക്ക് മനസ്സിലായി അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത്. അതിനായി അവൾ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ അലഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും താൻ എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി. കടുത്ത ഡിപ്രഷന്റെയും മാനസിക സമ്മർദ്ദത്തിന്റെയും പടുകുഴിയിലേക്ക് വീണ ആ പെൺകുട്ടി തന്നെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. അവർ സുഹൃത്തുക്കളായി. തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് പോരാടി. 4 വർഷം കേരളത്തിലെ ഒരു ലീഡിംഗ് വാർത്താ മാധ്യമ ചാനൽ ജോലി ചെയ്ത ശേഷം അവർ സ്വന്തമായ ഒരു ഓൺലൈൻ ഡിജിറ്റൽ വാർത്താ ചാനൽ ആരംഭിക്കുന്നു. കൊച്ചിയുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഘോഷങ്ങളും റിപ്പോർട്ട് ചെയ്തു പോകുന്ന ഈ ന്യൂസ് ചാനൽ ഇന്ന് കടുത്ത സാമ്പത്തിക മാന്ദ്യം നേരിട്ട് പോരുകയാണ്. നിലനിൽപ്പ് തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ അവസരത്തിൽ ന്യൂസ് ചാനലിന്റെ ഓണർ കം സീനിയർ എഡിറ്റർ കം ക്യാമറമാനായ അദ്ദേഹം തന്റെ സഹപ്രവർത്തകയോട് തന്റെ പഴയ തട്ടകത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. മുങ്ങുന്ന കപ്പലില് കപ്പിത്താന് സഹയാത്രിയോട് തോന്നുന്ന ഒരു സിമ്പതി. എന്നാൽ തനിക്ക് വന്ന ഓഫർ ലെറ്റർ വലിച്ചേറി ചവിട്ടുകൂടയിൽ എറിഞ്ഞതായി അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ സന്തോഷിനോടൊപ്പം കൊച്ചിൻ ക്രൈം സ്റ്റോറീസിന് വേണ്ടി കടുത്ത വെയിലത്ത് മാത്രമല്ല മഴയത്തും മഞ്ഞത്തും ജീവിത അന്ത്യം വരെ ഒരുമിച്ചുണ്ടാവുന്ന അറിയിച്ചുകൊണ്ട് റിപ്പോർട്ടർ ആര്യ രാഘവൻ. ഒഴിഞ്ഞു പോവൂലല്ലേ? ഇല്ല. പട്ടിണി നടന്ന് മരിക്കോടി? കുഴപ്പമില്ല. നീ അപ്പൊ ഈ പ്രാന്ത് കേൾപ്പിക്കാനാണോ ഇല്ലാത്ത കാശ് മുടക്കി പെട്രോൾ അടിച്ചിട്ട് ഇതുവരെ വന്നേ? അപ്പൊ ഇന്ന് കവർ ചെയ്യാനൊന്നുമില്ല? ആ കോന്തുരുട്ടി ഭാഗത്ത് തേവരയില് കൊതുക് ശല്യം കൂടുതലാണ്. കൊച്ചിയില് കൊതുക് ശല്യം. നല്ല ഫ്രഷ് ന്യൂസ്. അപ്പൊ ഈ അടുത്തൊന്നും രക്ഷപ്പെടൂല.